പഴയ പാർട്ടികൾ, നേതാക്കൾ, മണ്ഡലങ്ങൾ. പുതുതായൊന്നും സംഭവിക്കുന്നില്ല ജമ്മു കശ്മീർ രാഷ്ട്രീയത്തിലെന്ന് വിലയിരുത്തിയെടുത്ത് അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. കശ്മീർ താഴ്വരയിലെ 3 സീറ്റുകളിലും മത്സരിക്കാതെ BJP തന്ത്രപൂർവ്വം പിന്മാറിയിരിക്കുന്നു. 3 പതിറ്റാണ്ടുകൾക്കിടയിലെ ആദ്യ സംഭവം. കശ്മീരിലെ പതിവ് പോൾ പാറ്റേൺ തെറ്റിച്ച വലിയ മാറ്റം. കശ്മീർ തെരഞ്ഞെടുപ്പിൽ പൊതുചിത്രം ഇങ്ങനെയായിരുന്നു. ജമ്മുവിൽ കോൺഗ്രസും BJPയും തമ്മിൽ, കശ്മീരിൽ നാഷണൽ കോൺഫറൻസും PDPയും തമ്മിൽ. ഇത്തവണ താഴ്വര കൂടി പിടിക്കാൻ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയെത്തി ശ്രീനഗറിൽ റാലി നടത്തിയിരുന്നു. പക്ഷേ മേഖലയിലെ 3 ലോക്സഭാ സീറ്റിലും BJPക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായില്ല. ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം സംസ്ഥാനത്ത് നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. 2019-ൽ അധികാരത്തിലെത്തിയ രണ്ടാം മോദി സർക്കാർ 370-ാം വകുപ്പ് റദ്ദാക്കിയതിന് പിന്നാലെ മറ്റൊന്നുകൂടി ചെയ്തു. രാജ്യത്തെ ഏക മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനത്തെ രണ്ടായി പകുത്തു. ജമ്മു ആൻഡ് കാശ്മീർ എന്നും ലഡാക്ക് എന്നും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറി ജമ്മു കാശ്മീർ. ഹിന്ദു ഭൂരിപക്ഷ മേഖലയായ ജമ്മുവിൽ 2ഉം മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കശ്മീർ താഴ്വരയിൽ 3 ലോക്സഭാ സീറ്റുകളുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞ ജമ്മു മേഖലയിലെ ഉധംപൂരിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര പ്രസാദും ജമ്മുവിൽ ജുഗൽ കിഷോർ ശർമ്മയും BJPക്കായി മത്സരിച്ചു. ഇന്ത്യ മുന്നണി സഖ്യകക്ഷികളെങ്കിലും കശ്മീർ താഴ്വരയിൽ നേർക്കുനേർ പോരാടുകയാണ് മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ജമ്മു കശ്മീർ നാഷണൽ കോൺഫറൻസും കശ്മീരിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായ മെഹബൂബ മുഫ്തി നയിക്കുന്ന പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. ജമ്മുവിലെ 2 സീറ്റിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിന്തുണച്ച ഇരു പാർട്ടികളും സീറ്റ് വിഭജനത്തെ ചൊല്ലിയാണ് തങ്ങളുടെ ശക്തി മേഖലയിൽ വെവ്വേറെ മത്സരിക്കാൻ തീരുമാനിച്ചത്. പ്രദേശത്ത് വീട് കയറി പ്രചാരണമടക്കം നടത്തിയ BJP ഇതോടെ അപ്രതീക്ഷിതമായി പിന്മാറി. പകരം ചെറു പാർട്ടികളെ മുന്നിൽ നിർത്തിയുള്ള അണിയറ പോരാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് ആരോപിക്കുന്നു NCയും PDPയും. മുൻ വിഘടനവാദി നേതാവ് സജാദ് ലോണിന്റെ ജമ്മു കശ്മീർ പീപ്പിൾസ് കോൺഫറൻസ് അഥവാ PC, അൽതാഫ് ബുഖാരിയുടെ ജമ്മു കശ്മീർ അപ്നി പാർട്ടി, കോൺഗ്രസ് വിട്ട മുൻ കശ്മീർ മുഖ്യമന്ത്രി കൂടിയായ ഗുലാം നബി ആസാദിന്റെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി, ഇവയാണ് മത്സരരംഗത്തുള്ള മറ്റു കക്ഷികൾ. ഈ ചെറുകക്ഷികളെ BJPയുടെ പ്രോക്സി പാർട്ടികളായാണ് NCയും PDPയും കാണുന്നത്. ബാരാമുള്ളയിൽ ഒമർ അബ്ദുള്ളയുടെ പ്രധാന എതിരാളി PDPയിലെ ഫയാസ് മിർ, പീപ്പിൾസ് കോൺഫറൻസ് നേതാവ് സജാദ് ലോണും ബാരാമുള്ളയിൽ ജനവിധി തേടുന്നു. BJPയുടെ പ്രോക്സിയാണ് ലോണെന്ന് ഒമർ പരസ്യമായി ആരോപിച്ചു. അനന്ത്നാഗ് രജൌരി സീറ്റിൽ PDPയുടെ അധ്യക്ഷ മെഹബൂബ മുഫ്തിയുടെ എതിരാളി നാഷണൽ കോൺഫറൻസിന്റെ മിയാൻ അൽത്താഫാണ്. അപ്നി പാർട്ടിയുടെ സഫർ ഇക്ബാൽ മൻഹാസിനെ സംശയത്തോടെയാണ് PDP കാണുന്നത്. ശ്രീനഗറിൽ NCയുടെ ആഗാ സയ്യിദ് റുഹുല്ല മെഹ്ദിയും PDPയുടെ വഹീദ് പാറയും മത്സരിക്കുന്നിടത്ത് മൂന്നാമനായി അപ്നി പാർട്ടിയുടെ മുഹമ്മദ് അഷ്റഫ് മിറുണ്ട്. 2021-ൽ BJPയുടെയും സജാദ് ലോണിന്റെ പീപ്പിൾസ് കോൺഫറൻസിന്റെയും സഹായത്തോടെ രൂപമെടുത്തതാണ് അപ്നി പാർട്ടി. കേന്ദ്രത്തിലെ BJP സർക്കാരിനോടാണ് അവർക്ക് താൽപ്പര്യം. 2018 മുതൽ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണത്തിലായ കശ്മീരിൽ ഈ വർഷം അവസാനത്തോടെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടിത്തറ പാകലാണ് BJPയുടെ ലക്ഷ്യം. 2014-ൽ നടന്ന അവസാന തെരഞ്ഞെടുപ്പിൽ 25 സീറ്റ് നേടിയ BJP PDPക്കൊപ്പം ചേർന്ന് സർക്കാരുണ്ടാക്കിയിരുന്നെങ്കിലും സഖ്യം പൊളിഞ്ഞതോടെയാണ് ജമ്മു കാശ്മീർ നേരിട്ട് കേന്ദ്രഭരണത്തിന് കീഴിലായത്. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം ആദ്യമായി മോദി കശ്മീരിലെത്തിയത് ഇക്കഴിഞ്ഞ മാർച്ചിലാണ്. മോദിയുടെ റാലിക്ക് പിന്നാലെ ഏപ്രിലിലെത്തിയ അമിത്ഷാ പ്രഖ്യാപിച്ചു, BJP കശ്മീർ താഴ്വരയിൽ മത്സരിക്കുന്നില്ല. താഴ്വരയിൽ താമര വിരിയിക്കാൻ BJPക്ക് തിടുക്കമില്ല. അമ്പരപ്പിക്കുന്ന മറ്റൊന്നുകൂടി ഷാ പറഞ്ഞു, നിങ്ങൾക്ക് NCയെയോ PDPയെയോ കോൺഗ്രസിനെയോ പിന്തുണയ്ക്കാം. 2019-ൽ ജമ്മുവിലെ 2 സീറ്റിലും ലഡാക്കിലും വിജയിച്ചെങ്കിലും കശ്മീർ താഴ്വരയിലെ 3 സീറ്റുകളിൽ BJPക്ക് കെട്ടിവച്ച കാശ് പോലും നഷ്ടമായി. ജമ്മുവിനൊപ്പം കശ്മീരും പിടിക്കുകയെന്ന ലക്ഷ്യമിട്ടുള്ള BJP നീക്കങ്ങൾ പല രീതിയിൽ സജീവമാണ്. അതിന്റെ തുടക്കമെന്നോണം മെഹബൂബ മുഫ്തി മത്സരിക്കുന്ന അനന്ത്നാഗ് മണ്ഡലം പുനഃക്രമീകരിച്ചു. BJPയുടെ സ്വാധീന മേഖലയായ ജമ്മുവിലെ പൂഞ്ചും രജൌരി എന്നിവയുടെ ചില ഭാഗങ്ങൾ അനന്ത്നാഗിനോട് കൂട്ടിച്ചേർത്താണ് അനന്ത്നാഗ് രജൌരി മണ്ഡലം സൃഷ്ടിച്ചത്. പഹാരി സമുദായത്തിന് 10% സംവരണമെന്ന തന്ത്രം പുറത്തെടുത്തെങ്കിലും നേട്ടമുണ്ടാകില്ലെന്നായിരുന്നു BJPയുടെ ആഭ്യന്തര സർവേ റിപ്പോർട്ട്. ഇതോടെ താഴ്വരയിലെ വോട്ടെടുപ്പ് നീട്ടുക എന്ന തന്ത്രം പ്രയോഗിച്ചു. 3ാം ഘട്ടത്തിൽ മെയ് 7-ന് നടക്കേണ്ട വോട്ടെടുപ്പ് 25-ലേക്ക് മാറ്റണമെന്ന BJPയുടെയും ചെറുകക്ഷികളുടെയും ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു എതിർപ്പുമില്ലാതെ അംഗീകരിച്ചു. सब जो हैं इलेक्शन के लिए तैयार थे, सिर्फ यहाँ की मौजूदा इंतज़ामिया जो है एडमिनिस्ट्रेशन, उन्होंने इलेक्शन कराने पे उन्होंने रोक लगाई, कहा कि हमें सिक्योरिटी फोर्सेस की ज़्यादा ज़रूरत पड़ेगी. इन हालात में फिर मैं मजबूर होता हूँ पूछने पे कि अगर अभी जबकि और रियासतों में असेंबली इलेक्शन नहीं हो रहे हैं, मगर मैं इलेक्शन कमीशन से फिर एक बार दरख्वास्त करना चाहती हूँ, जम्मू कश्मीर के लोगों को
बहुत मुश्किल से एतमाद आ गया है जम्मू कश्मीर के इलेक्शन प्रोसेस पे, उसको किसी एक शख्स या पार्टी के लिए खराब मत कीजिए. ബിജെപിയുടെ പിന്മാറ്റം കുതിക്കാൻ ലക്ഷ്യമിട്ടെന്ന വിലയിരുത്തലുണ്ട്. വലിയ ലക്ഷ്യങ്ങൾക്കായി തന്ത്രം മെനയേണ്ടതുണ്ടെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രവീന്ദർ റെയ്ന പ്രതികരിച്ചത്. 2019 കശ്മീരിലെ 3 ലോക്സഭാ സീറ്റിലും ജയിച്ചത് നാഷണൽ കോൺഫറൻസ് ആണ്. മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ താഴ്വരയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ മറുഭാഗത്ത് മുസ്ലിം വിരുദ്ധത പറയാൻ BJPക്ക് ആകില്ല. ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്താനുമാകില്ല. മത്സരിക്കാത്ത BJP നീക്കത്തെ ഒമർ അബ്ദുള്ള വിലയിരുത്തുന്നത് അങ്ങനെയാണ്. ആകാംക്ഷ ഇതൊക്കെയാണ്. കശ്മീരിൻ്റെ പരമാധികാരം എടുത്തു കളഞ്ഞതിനെതിരായ വിധിയെഴുത്താകുമോ ഈ തെരഞ്ഞെടുപ്പ്? 2 പാർട്ടി തലവന്മാർ മത്സരിക്കുന്ന ബാരാമുള്ളയിൽ ഒമർ അബ്ദുള്ളയെ സജാദ് ലോൺ അട്ടിമറിക്കുമോ? ഉധംപൂരിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിനെ കോൺഗ്രസിലെ ലാൽ സിംഗ് വീഴ്ത്തുമോ? പുനഃക്രമീകരിച്ച അനന്ത്നാഗിൽ മെഹബൂബ മുഫ്തിക്ക് അടിതെറ്റുമോ? 87 ലക്ഷം വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം വമ്പൻ തെരഞ്ഞെടുപ്പ് റാലികളും മറ്റും കണ്ട കശ്മീരിൽ വലിയ പോളിംഗാണ് ആദ്യ 2 ഘട്ടങ്ങളിലുണ്ടായത്. ഉധംപൂരിൽ 68ഉം ജമ്മുവിൽ 72% പേർ വോട്ട് ചെയ്തു. വോട്ട് മാത്രമാണ് തങ്ങളുടെ വില ബോധ്യപ്പെടുത്താനുള്ള ആയുധമെന്ന് കരുതുന്നു അവർ. പ്രായഭേദമന്യേ പോളിംഗ് ബൂത്തിൽ കണ്ട ജനക്കൂട്ടം പുതിയൊരു കശ്മീർ സൃഷ്ടിക്കുമോ എന്നറിയാൻ കാത്തിരിക്കണം.